ഹായ് എവ്രി വൺ, നിങ്ങൾക്കറിയാവോ ആളുകളുടെ ആവശ്യം അനുസരിച്ച് മ്യൂച്വൽ ഫണ്ടുകൾ പലതരത്തിലുണ്ട്. അപ്പോൾ പല മ്യൂച്വൽ ഫണ്ടുകൾക്കും പല അസറ്റ് ക്ലാസ്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ലൈക്ക് ഇക്വിറ്റി, ഡെറ്റ്, ഗോൾഡ് ഒക്കെ. അപ്പോൾ ചിലതൊക്കെ ഈവൻ അസറ്റ് ക്ലാസ്സുകളുടെ മിക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഹൈബ്രിഡ് ഫണ്ട്സ്. അപ്പോൾ നമുക്ക് ടാക്സ് സേവിംഗ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, അത് നമ്മൾ പറയുന്നതാണ് ഇക്വിറ്റി ലിങ്ക് സേവിംഗ് സ്കീം. ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ ELSS എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 80C ഡിഡക്ഷൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് ആണ്. സോ നമുക്ക് ഓൾഡ് ടാക്സ് റെജിമിന്റെ കീഴിൽ ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇപ്പം നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഓരോ കാര്യങ്ങൾ നമ്മളൊരു റെഫറൻസ് പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കമ്പയർ ചെയ്യാറില്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. അതായത് മ്യൂച്വൽ ഫണ്ടുകൾക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന പോലെ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്. അപ്പോൾ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻഡെക്സ് ആണ്. സോ ഈ ഒരു ഇൻഡെക്സിന് എഗൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അളക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാർജ് ക്യാപ് ഫണ്ട് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആണ് നിഫ്റ്റി 100. ഇനി മിഡ് ക്യാപ് ഫണ്ട് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആണ് നിഫ്റ്റി മിഡ് ക്യാപ് 150. ഇനി സ്മോൾ ക്യാപ് ഫണ്ട് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് വരുന്നതാണ് നിഫ്റ്റി സ്മോൾ ക്യാപ് 250. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് നിങ്ങൾക്ക് കാണാം. ഇപ്പം ഒരു മ്യൂച്വൽ ഫണ്ട് പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സിലൊന്നാണ് ബെഞ്ച് മാർക്ക് ബീറ്റിംഗ് റിട്ടേൺസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇക്വിറ്റി ഫണ്ട് ഇപ്പം അവരുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെ കൺസിസ്റ്റൻ്റ്ലി ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ടോ? അതുപോലെ ലോങ് ടേം അതുപോലെ ഷോർട്ട് ടേമിൽ കോമ്പറ്റേറ്റേഴ്സിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ടോ? ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷൻ സമയത്ത് ഇക്വിറ്റി ഫണ്ട് പെർഫോമൻസ് മെഷർ ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം മോശം സിറ്റുവേഷനിൽ ഫണ്ടുകളുടെ ശരിയായ സ്ട്രെങ്ത് ഒക്കെ നമുക്ക് അളക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. ബട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയുടെ ഫീഡ്ബാക്കും കൂടി കമൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറക്കണ്ട. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ ആദ്യത്തെ പരാഗ് പരി ഫ്ലെക്സിക്ക ഫണ്ടാണ്. പരാഗ് പരി ഫ്ലെക്സിക്ക ഫണ്ട് ടോപ്പ് 5 സ്റ്റോക്ക് ഹോൾഡിംഗ്സ് ആണ് നിങ്ങളിപ്പം കാണുന്നത്. HDFC ബാങ്ക് 8.05%, ബജാജ് ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡ് 6.99%, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് 5.65%, HCL ടെക്നോളജീസ് 5.36%, കോൾ ഇന്ത്യ ലിമിറ്റഡ് 5.12%. ഇനി ടോപ്പ് സെക്ടേഴ്സ് ബാങ്ക് 19.88%, ഇന്റർനെറ്റ് ആൻഡ് ടെക്നോളജി 11.84%, ക്യാപിറ്റൽ മാർക്കറ്റ് 7.8%, IT സോഫ്റ്റ്വെയർ 7.42%, ഫൈനാൻസ് 7.10%. ഇനി നമുക്ക് ബെഞ്ച് മാർക്ക് വെച്ചിട്ട് നമുക്ക് റിട്ടേൺസ് ഒന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ കഴിഞ്ഞ 1, 3, 5, 10 അതുപോലെ ഫണ്ട് തുടങ്ങിയ അന്ന് തൊട്ട് ഫണ്ട് ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ റേഷ്യോസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ ഫണ്ട് പോർട്ട്ഫോളിയോയുടെ മൊത്തം റിസ്ക് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണിത്. പരാഗ് പരി ഫ്ലെക്സിക്ക ഫണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 11.32%. ഇനി അടുത്ത് ബീറ്റ. അപ്പോൾ ബെഞ്ച് മാർക്ക് റിലേറ്റീവ് ആയിട്ട് ഫണ്ടിന്റെ റിസ്ക് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണിത്. അപ്പോൾ ബീറ്റ 1 കുറവാണെങ്കിൽ നോർമലി മാർക്കറ്റിനേക്കാളും ലെസ് റിസ്കി ആയിട്ടാണ് അത് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ട് ബീറ്റ വരുന്നത് 0.66 ആണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ ഒരു ഫണ്ട് മാർക്കറ്റിനേക്കാളും ലെസ് റിസ്കി ആണെന്നാണ്. ഇനി അടുത്തത് ഷാർപ്പ് റേഷ്യോ. അപ്പോൾ ഒരു ഫണ്ടിൻ്റെ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ മെഷർ ചെയ്യുന്ന റേഷ്യോ ആണിത്. അതായത് നമ്മൾ ഒരു യൂണിറ്റ് റിസ്ക് എടുക്കുമ്പോൾ ഫണ്ട് ജനറേറ്റ് ചെയ്യുന്ന എക്സസ് റിട്ടേൺസ് ആണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ട് ഷാർപ്പ് റേഷ്യോ വരുന്നത് 1.31 ആണ്. അതായത് ഓരോ യൂണിറ്റ് റിസ്ക് നമ്മൾ എടുക്കുമ്പോൾ ഫണ്ട് 1.31 ടൈംസ് എക്സസ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇനി അടുത്ത് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ PTR എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ്സ് എത്ര അടുപ്പിച്ച് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണിത്. അപ്പോൾ ഫണ്ടിന്റെ PTR വരുന്നത് 33.90% ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഫണ്ട് മാനേജേഴ്സ് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ്സ് അടുപ്പിച്ച് മാറ്റുന്നില്ല എന്നാണ്. അപ്പോൾ പോർട്ട്ഫോളിയോ സ്റ്റോക്സ് ഒക്കെ കൺസിസ്റ്റന്റ് ആണ്. പരാഗ് പരി ഫ്ലെക്സിക്ക ഫണ്ടിന് ഇന്റർനാഷണൽ ഫണ്ടുകളിലേക്ക് എക്സ്പോഷർ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ടിന് പോർട്ട്ഫോളിയോയുടെ ഏകദേശം 22% ഇന്റർനാഷണൽ ഇക്വിറ്റീസിലേക്കാണ്. ലൈക്ക് ആമസോൺ, ആൽഫബറ്റ് ഇൻകോർപ്പറേഷൻ, ഇത് ഗൂഗിളിന്റെ പാരന്റ് കമ്പനിയാണ്. മൈക്രോസോഫ്റ്റ്, അതുപോലെ തന്നെ മെറ്റ പ്ലാറ്റ്ഫോംസ് ഇൻകോർപ്പറേഷൻ, ഇത് ഫേസ്ബുക്കിന്റെ പാരന്റ് കമ്പനിയാണ്. അപ്പോൾ മേജർ സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷൻ സമയത്ത് പരാഗ് പരി ഫ്ലെക്സിക്ക ഫണ്ട് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് അതുപോലെ കാറ്റഗറി ആവറേജിനെ 83% തവണയിലെ കുറവ് ഇടിഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ 100% ടൈംസ് ബെഞ്ച് മാർക്കിന്റെ 5 റോളിംഗ് റിട്ടേൺസ് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഫണ്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ഫണ്ട് DSP ELSS ടാക്സ് സേവർ ഫണ്ടാണ്. അപ്പോൾ ഈ ഒരു ഫണ്ടിന്റെ ടോപ്പ് 5 സ്റ്റോക്ക് ഹോൾഡിംഗ്സ് നമുക്ക് നോക്കാം. ICICI ബാങ്ക് 7.70%, HDFC ബാങ്ക് 7.06%, SBI 4.06%, പവർ ഫൈനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് 2.88%, ഇൻഫോസിസ് 2.86%. ഇനി ടോപ്പ് 5 സെക്ടേഴ്സ് വരുന്നത് ബാങ്ക് 23.5%,
9.51%, ഫൈനാൻസ് 9.51%, IT സോഫ്റ്റ്വെയർ 9.01%, ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ബയോടെക്നോളജി 8.1%, ഓട്ടോമൊബൈൽസ് 5.21%. അപ്പോൾ ഈ ഒരു ഫണ്ട് കഴിഞ്ഞ 1, 3, 5, 10 അതായത് ഫണ്ട് തുടങ്ങി അന്ന് തൊട്ട് ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ റേഷ്യോസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഫണ്ട് സ്റ്റാൻഡേർഡ് ഡിവിഷൻ വരുന്നത് 13.46%. അപ്പോൾ ഫണ്ട് ബീറ്റ വരുന്നത് 0.93 അതായത് ഈ ഒരു ഫണ്ട് മാർക്കറ്റിനേക്കാളും ലെസ് റിസ്കി ആണെന്നാണ് ഇതിന്റെ അർത്ഥം. അടുത്ത ഷാർപ്പ് റേഷ്യോ ആണ്. അപ്പോൾ ഈ ഒരു ഫണ്ടിന്റെ ഷാർപ്പ് റേഷ്യോ വരുന്നത് 1.15 അതായത് ഒരു യൂണിറ്റ് റിസ്ക് നമ്മൾ എടുക്കുമ്പോൾ ഫണ്ട് 1.15 എക്സസ് ടൈംസ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ ആണ്. അപ്പോൾ ഫണ്ടിന്റെ PTR വരുന്നത് 34%. അപ്പോൾ ഇതിന്റെ അർത്ഥം ഫണ്ട് മാനേജേഴ്സ് അടുപ്പിച്ച് മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ മാറ്റുന്നില്ല എന്നാണ്. അപ്പോൾ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്സ് കൺസിസ്റ്റന്റ് ആണ്. ഇനി DSP ELSS ടാക്സ് സേവർ ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിന്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.68%. അപ്പോൾ DSP ELSS ടാക്സ് സേവർ ഫണ്ട് മേജർ സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷൻ സമയത്ത് ബെഞ്ച് മാർക്ക് അതുപോലെ കാറ്റഗറി ആവറേജിനെ 67% തവണയിൽ മാത്രമേ കുറവ് ഇടിഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ എപ്പോഴും അതായത് 100% ടൈംസും ബെഞ്ച് മാർക്കിന്റെ 5 റോളിംഗ് റിട്ടേൺസ് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മൂന്നാമത്തെ ഫണ്ട് കോൺ ELSS ടാക്സ് സേവർ ഫണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പ് 5 സ്റ്റോക്ക് ഹോൾഡിംഗ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 9.82%, അദാനി പവർ 7.24%, ഓറോബിന്ദോ ഫാർമ 6.2%, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് 5.44%, സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് 5.41%. ഇനി ടോപ്പ് 5 സെക്ടേഴ്സ് വരുന്ന PSU 20.8%, ഫൈനാൻഷ്യൽ സർവീസസ് 17.5%, മെറ്റൽ ആൻഡ് മൈനിങ് 16.5%, ഓയിൽ ഗ്യാസ് ആൻഡ് കൺസ്യൂമർ ഫ്യൂൾസ് 15.7%, ഹെൽത്ത് കെയർ 13.2%. അപ്പോൾ ഈ ഒരു ഫണ്ട് കഴിഞ്ഞ 1, 3, 5, 10 അതുപോലെ തന്നെ ഫണ്ട് തുടങ്ങി അന്ന് തൊട്ട് ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫണ്ടിന്റെ മെയിൻ റേഷ്യോസ് നമുക്ക് നോക്കാം. ഇപ്പോൾ കോൺ ELSS ടാക്സ് സേവർ ഫണ്ട് സ്റ്റാൻഡേർഡ് ഡിവിഷൻ വരുന്നത് 17.27%. അപ്പോൾ ഈ ഒരു ഫണ്ട് ബീറ്റ വരുന്നത് 1.11. അപ്പോൾ ഇതിന്റെ അർത്ഥം മാർക്കറ്റിനേക്കാളും ഫണ്ട് റിസ്കി ആണെന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി അടുത്ത് ഷാർപ്പ് റേഷ്യോ ആണ്. അപ്പോൾ ഫണ്ട് ഷാർപ്പ് റേഷ്യോ വരുന്നത് 1.65 അതായത് ഒരു യൂണിറ്റ് റിസ്ക് നമ്മൾ എടുക്കുമ്പോൾ ഫണ്ട് 1.65 ടൈം എക്സസ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഫണ്ടിന്റെ PTR വരുന്നത് 130%. അപ്പോൾ ഇതിന്റെ അർത്ഥം മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ്സ് അടുപ്പിച്ച് മാറ്റുന്നുണ്ടെന്നാണ്. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ സ്റ്റോക്സ് കൺസിസ്റ്റന്റ് ആണ്. ഇനി കോൺ ELSS ടാക്സ് സേവർ ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് പ്ലാന്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.76 അപ്പോൾ കോൺ ELSS ടാക്സ് സേവർ ഫണ്ട് മേജർ സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷൻ സമയത്ത് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് അതുപോലെ കാറ്റഗറി ആവറേജിനെ 67% തവണയെ താഴെ പോയിട്ടുള്ളൂ. അതുപോലെ തന്നെ എപ്പോഴും ബെഞ്ച് മാർക്കിന്റെ 5 റോളിംഗ് റിട്ടേൺസ് ബീറ്റ് ചെയ്തിട്ടുണ്ട്. കൊട്ടാക് ഇക്വിറ്റി ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ആണ്. അപ്പോൾ ഈ ഒരു ഫണ്ട് ടോപ്പ് 5 സ്റ്റോക്ക് ഹോൾഡിംഗ്സ് വരുന്നത് HDFC ബാങ്ക് 4.04%, SBI 3.97%, ആക്സിസ് ബാങ്ക് 3.84%, മാരുതി സുസുക്കി ഇന്ത്യ 3.77%, L&T 3.7%. ഇനി ടോപ്പ് 5 സെക്ടേഴ്സ് വരുന്ന ബാങ്ക് 17.16%, ഓട്ടോ കോമ്പോണൻസ് 6.32%, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് 6.25%, കെമിക്കൽസ് ആൻഡ് പെട്രോ കെമിക്കൽസ് 5.95%, ഓട്ടോമൊബൈൽസ് 5.87%. അപ്പോൾ ഈ ഒരു ഫണ്ട് കഴിഞ്ഞ 3, 5 അതുപോലെ 10 വർഷത്തിൽ ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിന്റെ മെയിൻ റേഷ്യോസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫണ്ടിന്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ വരുന്നത് 12.26%. അപ്പോൾ ഫണ്ടിന്റെ ഇവിടെ ബീറ്റ വരുന്നത് 0.84. അപ്പോൾ ഇത് കാണിക്കുന്നത് ഫണ്ട് മാർക്കറ്റിനേക്കാളും ലെസ് റിസ്കി ആണെന്നാണ്. ഇനി ഷാർപ്പ് റേഷ്യോ വരുന്നത് 1.11. അതായത് ഓരോ യൂണിറ്റ് റിസ്ക് നമ്മൾ എടുക്കുമ്പോൾ ഫണ്ട് 1.11 ടൈംസ് എക്സസ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇനി ഫണ്ടിന്റെ PTR വരുന്നത് 30.20%. അപ്പോൾ ഇതിന്റെ അർത്ഥം ഫണ്ട് മാനേജേഴ്സ് പോർട്ട്ഫോളിയോ ഹോൾഡിംഗ്സ് അടുപ്പിച്ച് മാറ്റുന്നില്ല എന്നാണ്. അതായത് പോർട്ട്ഫോളിയോയിലെ സ്റ്റോക്സ് കൺസിസ്റ്റന്റ് ആണ്. കൊട്ടാക് ഇക്വിറ്റി ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് പ്ലാന്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.53%. അപ്പോൾ ഈ ഒരു ഫണ്ട് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് അതുപോലെ കാറ്റഗറി ആവറേജിന്റെ 67% തവണയിൽ മാത്രമേ താഴെ പോയിട്ടുള്ളൂ. അതുപോലെ തന്നെ 99% 5 റോളിംഗ് റിട്ടേൺസ് ബീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. അപ്പോൾ ഗ്രോത്ത് അറ്റ് റീസണബിൾ പ്രൈസ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഫണ്ടുകളാണ് ഇതിൽ കൂടുതലും. അപ്പോൾ ബേസിക്കലി ഗ്രോത്ത് അതുപോലെ വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈലിന്റെ ഒരു മിക്സ് ആണിത്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, അതായത് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ ഫീഡ്ബാക്സ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ നമുക്ക് കാണാം.
Mutual fund investments are subject to market risks. Read all scheme-related documents carefully.